എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പൌരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. റോഷിപാലുണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, എമ്പുരാൻ സിനിമ മുഖ്യമന്ത്രി കുടുംബസമേതം ഇന്നലെ വൈകിട്ട് കണ്ടിരുന്നു. ഈ വിവാദങ്ങൾക്ക് തൊട്ടുപിന്നാലെയാണ് അദ്ദേഹം സിനിമ കണ്ടത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും വരികയാണ്. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റ്? സ്മൃതി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വൈകിട്ടാണ് ഭാര്യയ്ക്കൊപ്പം സിനിമ കണ്ടത്. എമ്പുരാൻ കണ്ടതിന് ശേഷമാണ് സംഘപരിവാർ സ്വീകരിച്ച നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് ഫാസിസ്റ്റ് സമീപനത്തിന്റെ, പുത്തൻ ഫാസിസ്റ്റ് സമീപനത്തിന്റെ ഉദാഹരണമായി തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് എമ്പുരാനെതിരെ നടക്കുന്ന, എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ഒന്നിക്കണം എന്ന ഒരു ആവശ്യം കൂടി, അങ്ങനെ ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. കൃത്യമായി ആ സിനിമയുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടതെന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. BJP RSS നേതാക്കൾ പരസ്യമായി ഭീഷണി ഉയർത്തുകയാണ് സിനിമയ്ക്കെതിരെ എന്ന് പറഞ്ഞ് അതിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി അത് റിലീസിംഗിന് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നത്. അത് സമൂഹത്തിന്, ജനാധിപത്യത്തിന് ഭൂഷണമല്ല അങ്ങനെ ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്നുകൂടി മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യം, ഒരു ഭീതിയുടെ അന്തരീക്ഷം ഇവിടെ സംഘപരിവാർ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആശങ്കാജനകമാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കലാസൃഷ്ടിയും കലാകാരനെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രവണതയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഒന്നിച്ച് സിനിമയ്ക്കൊപ്പം നിൽക്കണമെന്ന ഒരു സന്ദേശം കൂടിയുണ്ട്